പലരുടെ ഉടമ്പടി തണുത്തു പോയതിനും ഉടമ്പടി വരുമാനമില്ലാത്ത രീതിയിൽ പുഷ്പിക്കാത്ത മരം പോലെയാകാൻ കാരണം നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തെ അതിൽ നിന്ന് ആ പിക്ചറിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. കാര്യം എന്താണ്? നീ ഉടമ്പടി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉടനെ നീ പറയണം ദൈവത്തെ പ്രത്യേകമായി സ്നേഹിക്കാനെന്ന്. ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ് നീ ഉടമ്പടി എടുത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നീ പറയണം, ഒറ്റ ശ്വാസത്തിൽ പറയണം. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചെന്നിപ്പിച്ചാൽ പറയണം, ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തെ എല്ലാവരെക്കാളും ഉപരിയായി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇതിൻ്റെ IELTS പാസ്സാകാനാണ്, കാനഡയിൽ പോകാനാണ്, PR കിട്ടാനാണെന്ന് പറയരുത്. അടി മോഹത്തൊക്കെ പാഴ്സൽ കിട്ടും. എന്നുവെച്ചാൽ നീ വെറുതെ ചുമ്മാ വസ്തുവിന് പ്രാധാന്യം കൊണ്ട് ദൈവത്തിനെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കണം എന്ന് തോന്നും. അതല്ല സംഭവം. ഇപ്പൊ ഒന്ന് പറഞ്ഞേ, ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി തിരുവലാവിൽ മുറിവേറ്റവനെ, മുൾക്കിടം ചൂടിയവനെ, സ്വന്തം ജീവൻ എന്റെ വീണ്ടെടുപ്പ് വിലയായി നൽകിക്കൊണ്ട് എനിക്ക് വേണ്ടി തിരുവുദ്ധാനം ചെയ്തവനെ, നിത്യത അവകാശമാക്കിയവനെ, നിത്യത വരെ സ്നേഹിക്കാനാണ് ഞാൻ ഉടമ്പടിയിലായിരിക്കണത്. ശ്രദ്ധിക്കട്ടെ. സാക്ഷ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഞെട്ടലുണ്ടാവും. അത്തരം എല്ലാ ദിവസവും ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടന്ന സാക്ഷ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. അമ്മ ഇത്രയും സുന്ദരമായ രീതിയിൽ ഒരു കാലത്തും കേരളത്തിൽ എത്രയോ അനുഗ്രഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തരംഗകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളെല്ലാം എബവാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഈനസ് മുക്കാട്ടുകര തൃശ്ശൂർ അവിടെ നിന്ന് ഇന്നലെ സാക്ഷി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്, സാക്ഷി ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈനസിൻ്റെ വൈഫിന് ക്യാൻസർ വന്നു. അവർ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 3ാം സ്റ്റേജായി. പിന്നെ അത് അഡ്വാൻസായി 4ാം സ്റ്റേജായി. ക്യാൻസർ 4ാം സ്റ്റേജായി കഴിഞ്ഞപ്പോൾ ഇനസിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു കീമോ കൊടുത്തിട്ട് ആൾ കരിഞ്ഞ് വരണ്ട് ആന്തരിക അവയവങ്ങളൊക്കെ പൊള്ളി പോകണമെന്നല്ലാതെ ഇനി ഇങ്ങനെ പതുക്കെ കീമോ കൊടുത്തും വിശ്രമിച്ചുമൊക്കെ പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ അത് അക്സെപ്റ്റ് ചെയ്തവർ അങ്ങനൊരു അവസ്ഥയിലായിപ്പോയി. പക്ഷെ മഹാസങ്കടമാണ് ഉള്ളിൽ. അപ്പോൾ ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറയുമ്പോൾ ഇനസിനോട് ഒരാൾ പറയും, ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്, ആലപ്പുഴ പോയി കൃപാസന മാതാവിനെ കണ്ടാൽ മതി എന്ന് പറയും. ഈ മനുഷ്യന്മാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഞാനിത് കൈ നിന്നിട്ട് പറയണം, ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇവരിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ഇവർ ഉടമ്പടി തൈലമോ തേനോ ഉപ്പൊക്കെ എടുത്തിട്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം കഴിക്കും. സാക്ഷിയൊന്ന് നിങ്ങൾ കേൾക്കണം. അതായത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും, ഇത് വല്ലാത്തൊരു മാറ്റമാണല്ല, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നതേ. ഇപ്പം ഇത്രയും, അതായത് രാത്രി പകലായി പോലെ മാറ്റമായിപ്പോയി ആന്തരിക അവയവങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഉടനെ അവർ ഓപ്പറേഷൻ നീക്കി. പിന്നീട് നടക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ആൾ ഇപ്പം നല്ല ജീവനോടെ, ഇപ്പം 2-3 ടെസ്റ്റെല്ലാം കഴിഞ്ഞപ്പോഴും ആ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു ചെറിയ തന്മാത്ര പോലും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വലിയൊരു ദൈവമാണ്, ഇത്രയും വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയണത്. എല്ലാ പ്രത്യാശയും പോകുമ്പോഴും വിശ്വസിക്കുന്നവന് ഒരിടമുണ്ട് ഇവിടെ. അവിടെ നിന്നെ കാത്തിരിക്കാൻ യേശുവിൻ്റെ അമ്മയുണ്ട്, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി. കൈയടിച്ച് കിടന്നു. അമ്മ
നന്ദി പറയുന്നു. ഉടമ്പടി പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ ദൈവവേദന, ഈ സാക്ഷ്യങ്ങളെല്ലാം ദൈവം നിന്റെ മുമ്പിൽ ഈ കാലത്ത് തരണം. എന്തിനാണ്? നീ ഈ സങ്കടകാലത്ത് വിഷമിക്കാതെ കണ്ണുനീരിൽ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല എന്ന് ദൈവം നിന്നോട് പറയണേ എന്നിലൂടെ. അല്ലാതെ നിന്റെ ജീവിതം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല, അല്ലാതെ നിന്റെ ജീവിതം നീ വിചാരിക്കണ പോലെ തകർന്നിട്ടില്ല. നീ വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട്, നമുക്കറിയാലോ ഉടമ്പടി സത്യസന്ധത എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ അധരം കൊണ്ട് വിശ്വസിക്കണത്, ഹൃദയത്തിൽ വിശ്വസിക്കണത് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കണത് ദൈവതിരുസന്നിധിയിൽ അല്ല, അത് ദൈവത്തിന് നീതിയുടെ ഭാഗമാണ്. അപ്പോൾ എന്തുമാത്രം നിൻ്റെ ഉടമ്പടിയെ നീ പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കുന്നുവോ അത്ര കണ്ട് ദൈവം നിന്നെ വിശ്വാസത്തിലെടുക്കും. പല അണ്ണന്മാർക്ക് കുഴപ്പമുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് പോകുമെന്നല്ലാതെ അത് പിന്നീട് അതുമായിട്ട് കണ്ടിന്യൂ ചെയ്യത്തില്ല. അത് ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തില്ല. അവരിപ്പോഴും അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നാട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ക്ലബിൻ്റെ കൂടെയും പാർട്ടിയുടെ കൂടെയൊക്കെ നടക്കുകയാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. ദൈവപൈതലെ യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. നീ അതറിയാതെ മാർഗമില്ല. കാര്യം ഇത് ദൈവത്തിൻ്റെ കാലമാണ്. അല്ല ഇനി നിൻ്റെ എല്ലാം മടക്കി വെച്ചിട്ട് നിൻ്റെ ബന്ധം സ്വന്തം കാര്യങ്ങളെല്ലാം കുറച്ച് നേരം അതിനെല്ലാം ഒരു സൊല്ല് കൊടുത്തിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ല കൂട്ടുകാർ പറയണം, വീട്ടുകാർ പറയണം, നാട്ടുകാർ പറയണം എന്നൊക്കെ കേട്ടിട്ട് ഓരോ മനുഷ്യമേ തുള്ളിയൊരു കാലമുണ്ടായി തുള്ളി നിമിടം വരെ വിറവാദം പിടിച്ച് കിടക്കുകയാണ്. ഇനി തിരിച്ച് നീ വരണം. നിനക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആർക്കും നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് ഉടമ്പടിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അർഹിക്കുന്ന അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് പ്രവർത്തകരുടെ പ്രകടമായിക്കൊണ്ട് സുവിശേഷ സാക്ഷിയായിക്കൊണ്ട് ദൈവ പൈതൃക ഉയരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രകടമായ പ്രവർത്തനങ്ങള്, നീതീകരണങ്ങള് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകിച്ചു ഉയർത്തണമേ. ഹല്ലേലൂയ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ എപ്പോഴും ഐ വിൽ ഡു എന്ന് പറഞ്ഞ ഒത്തിരിയേറെ വാഗ്ദാനങ്ങളുണ്ടാകും. ഉടമ്പടി എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വാഗ്ദാനം. നിങ്ങളുടെ ഈ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിവൃത്തിയാക്കണത്? അതിനെക്കുറിച്ച് കറസ്പോണ്ടിങ് പ്രോമിസസ് ഉള്ളത് കൊണ്ടാണ്. ഉടമ്പടിയും എന്ന് പറയുന്ന വാഗ്ദാനം തന്നെയാണ് ദൈവത്തിൻ്റെ. 8856 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി വരാൻ പോണ കാലത്തുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ വരെ ഉൾപ്പെട്ടുകൊണ്ടാണ് ആ വാഗ്ദാനം മുന്നോട്ട് പോണത്. അതറിയണമെങ്കിൽ സങ്കീർത്തനം 105:8 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 105:8-9. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. ഒന്ന് പറഞ്ഞേ. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഈ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ വാഗ്ദാനമാണ്. അതിന്റെ അടുത്ത അടിയിലുള്ള 9 വായിച്ചേ. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. പറഞ്ഞേ. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി
ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. സംഭവം അപ്പോഴ് ഉടമ്പടി എന്ന് പറഞ്ഞ വാഗ്ദാനം തന്നെയാണ്. ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പോൾ ദൈവം തന്ന വാഗ്ദാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്? അത് ഐസയ 42 വാക്യമന് 42:16 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 42:16 അജ്ഞാതമായ മാർഗത്തിൽ. ഒന്ന് പറഞ്ഞേ, അജ്ഞാതമായ മാർഗത്തിൽ. അപ്പം നിനക്ക് മാർഗം കാണണമെന്നൊരു നിർബന്ധമില്ല. നിനക്ക് എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ജീവിക്കും, എങ്ങനെ ഈ വിഷയം തരണം ചെയ്യും, ആരും നമ്മളെ സഹായിക്കും, അങ്ങനെ ചോദിക്കേണ്ട. മനുഷ്യന്മാരിൽ ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രക്ഷാൻ കഴിയാത്ത മനുഷ്യ അഭയം തേടരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 118 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 118:8 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരുണ്ടാവും, പാർട്ടിക്കാരുണ്ടാവും, പള്ളിക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, സ്വന്തപ്പെട്ടവരുണ്ടാവും, അളിയന്മാരുണ്ടാവും. ഈ അണ്ണന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എന്താ എഴുതിയിരിക്കണത്? പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. വായിച്ചോളൂ. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾ ഈ മനുഷ്യന്മാരിലുള്ള ആശ്രയം കുറച്ച് കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. പ്രേക്ഷിത വേലയായാലും ശരി, അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങളായാലും ശരി, ആതുര സേവനങ്ങളായാലും ശരി, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരങ്ങളാണതെല്ലാം. അതപ്പോൾ ദൈവത്തെ നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് തോന്നും. അങ്ങനെ വന്നാൽ നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് വാഗ്ദാനമാണെന്ന് നമ്മൾ കണ്ടില്ലേ. അതായത് സങ്കീർത്തനം 105:8-9 എന്താ പറയണത്? ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അന്ധന്മാരെ വാഗ്ദാനത്തിലുള്ളതാണ്. അന്ധന്മാരെ ഞാൻ എന്ത് ചെയ്യും? അതായത് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അവർക്ക് അജ്ഞാതമായ വഴികളിലൂടെ ഞാൻ അന്ധന്മാരെ നയിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നാൽ നോക്കിയാൽ മനസ്സാവും. നിങ്ങൾക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റും നമുക്ക്. അപ്പം അന്ധന്മാരാണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ജീവിക്കും, ഏത് ജോലി ചെയ്യും, എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും, കുഞ്ഞുങ്ങളുണ്ടാകുമോ, ജോലി കിട്ടുമോ, നമ്മുടെ കടങ്ങൾ എങ്ങനെ പരിഹരിക്കും, ഈ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് നമുക്കറിയാൻ പാടില്ലാതിരിക്കുന്ന സമയമാണ് അന്ധത എന്ന് പറയുന്നത്. അതാണ് അന്ധത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ. ദെൻ യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ. ബ്ലൈൻഡ് പേഴ്സണിനുള്ള പ്രോമിസ് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ്. എവിടെയാണത്? നിനക്ക് അജ്ഞാതമായ വഴികളിലൂടെ, നീ ഇന്നുവരെ ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്, നിൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാത്ത പോം വഴികളിലൂടെ കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തും. കൈയിടിച്ച് കർത്താവ് വാഗ്ദാന വഴികളിലൂടെ ഞങ്ങളെ നടത്തുന്നതിന് നന്ദി പറയുന്നു. Ah
ഫ്രഷ് ആകാൻ പറയും ഈശോ. നീ ഒരു ഫ്രഷ് ഹാൻഡ് ആകാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാലങ്ങളിൽ പല ജീവിതാവസ്ഥകളും കുറേ പ്രാർത്ഥനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്. നീ കുറേ ഉപവാസമൊക്കെ ചെയ്തിട്ടുണ്ടാകും പണ്ട് ഓരോരോ കാര്യത്തിന് വേണ്ടി. നീ കുറേ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി കാണും. നീ കുറേ നൊവേനൊക്കെ കൂടിക്കാണും. നീ പല കാര്യങ്ങൾ ചെയ്ത് കാണും. അപ്പോഴേ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിലെന്തോ ആണ് ഉടമ്പടി, ഒരു ഇനിതി ചെയ്തതുകൊണ്ട് എന്താ ഗതി, അത് പഴയതുപോലെ തന്നെ വരുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിടിയുന്നവരോട് കർത്താവ് പറഞ്ഞ എന്താ പറഞ്ഞിരിക്കണത്? 43:18 വായിച്ച് ശ്രുതികടെ. ഐസയ്യാ 43:18 ശ്രുതികടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശയ്യാ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈ 43:19 വചനമുണ്ടേ. അതായത് അതെന്താ പറയണത് വെച്ചാൽ, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അതായത് ആന്തരികമായി അഭിഷേകം ലഭിച്ചവർക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഡ്യൂറ്റീവ് നോളജ് ഉണ്ടാകും. അതായത് ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പം ചിലരൊക്കെ എന്താ പറയണത്, അവർ ചില ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എന്താ, അവർ 9 കൊല്ലമായ മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ ഉടമ്പടി എടുത്തപ്പോൾ അവർ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ്, ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് കുഞ്ഞിനെ തരും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷെ ആരും ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. എന്തിനാണ് ഭർത്താവിനോട് പറയാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവിനോട് പറയും. ഭർത്താവ് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണത്? കുഞ്ഞിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയണേ. അതായത് ഞാൻ അറിഞ്ഞില്ല, ഇവള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് എന്നെ മാതാവാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയണമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയ മാതാവായ. സ്വന്തം ഭർത്താവ് പോലും അറിയുന്നില്ല. അവളെ ഈ വിശ്വാസം ജീവിക്കുകയാണ്. അവൾ 9 കൊല്ലം അവർക്ക് മക്കളില്ല. അപ്പോൾ 9 കൊല്ലം മക്കളില്ല എന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടില്ലേ, അത് മുളയെടുക്കണത് നീ അറിയുന്നില്ലേ? കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും ഈ അനുഭവങ്ങൾ ലെവലിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ശിവനന്ദൻ എന്താ പറഞ്ഞതറിയാവോ? അത് തുടങ്ങുന്നതിന് ഇങ്ങനെയാണ്, ഇത് ജീവനുള്ള ദൈവങ്ങൾ അധിവസിക്കുന്ന ഈ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് നന്ദി പറയണമെന്ന്. അദ്ദേഹം അങ്ങനെ പറയണത്. ക്രിസ്തീയതയിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയണം. അതാണ് ശിവനന്ദനന്ദൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 9 കൊല്ലം മക്കളില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ 5 കൊല്ലം മക്കളില്ലാത്തപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാം ചികിത്സ ചെയ്ത് കാണും. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നീ ഈ ആഴ്ച പ്രഗ്നൻ്റ് ആകുമെന്ന് ആന്തരികമായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, അതായത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് ഐസയ്യാ 43:18-19. അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം നമുക്ക് മുന്നറിവ് തരും. നമുക്ക് നീ വിഷമിക്കണ്ട, നിൻ്റെ വിസ ഈ ആഴ്ച വരും. അതാണ് വിഷയം. നീ വിഷമിക്കണ്ട. നിന്നെ സംബന്ധിച്ചത് നിനക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ എങ്ങനെയായാലും ഉണ്ടാകും. എത്ര സാക്ഷ്യം നിങ്ങൾക്ക് വേണം ഇതുപോലെ.
അത് അപ്പോൾ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അത് മുളയെടുക്കണത് നമുക്ക് തന്നെ ദൈവം തന്നെ നമ്മൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രാജീവ് ശിവനന്ദനം പറഞ്ഞത് ജീവനുള്ള ദൈവം അധിവസിക്കുന്ന ഇടമെന്ന് പറഞ്ഞത്. അതായത് എന്തിനാണ് ഞാനിപ്പോൾ എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സ് പതറരുത്, നിങ്ങൾ ഇടയ്ക്ക് ഇട്ട് കളയരുത്. നിങ്ങൾ വർദ്ധിച്ച സ്നേഹത്തോടെ ജീവചൈതന്യത്തോടെ ദൈവത്തെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദൈവം എന്നെ സ്പർശിക്കും, ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് എൻ്റെ ജീവിത അന്ത്യം വരെ നടക്കുന്ന ഒരു കാലം വരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും ഒരുമിച്ച് പാടും. ഒരുമിച്ച് പാടുക. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, മെല്ലെ ചാഞ്ചാടുന്ന സ്നേഹം. എന്നെ കൈപിടിച്ചു എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, മെല്ലെ ചാഞ്ചാടുന്ന സ്നേഹം. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി, അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. കർത്താവേ, അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, ഉടമ്പടി എടുത്തിട്ട് കർത്താവ് ഈ നിമിഷം നീ വരും, അടുത്ത നിമിഷം വരുമെന്ന് നിന്നെ കാത്തിരുന്ന് കണ്ണു നൊന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വരാതിരിക്കുമ്പോഴേ, നീ വരുന്നില്ലെങ്കിൽ കർത്താവേ, ഇവർ വെണ്ണീറായി പോകുമെന്നുള്ള വലിയ സത്യം കർത്താവേ ഈ അൾത്താറയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കണം. കർത്താവേ, നീ വരുന്നില്ലെങ്കിൽ, നീ വൈകിയാൽ കർത്താവേ അങ്ങയുടെ മക്കൾ കർത്താവേ വെണ്ണീറായി പോകും. കർത്താവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് കാണിച്ച കാരുണ്യം, അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന ഇസ്രായേൽ ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവേ, ഈ കാര്യങ്ങൾ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പെടുതാതെ വലതുകരം അത്ഭുതകരം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ. കർത്താവ്, നിന്റെ വലിയ ശക്തി കർത്താവ് മക്കളെ കൊഴുക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അടിപ്പിണർ പോലെ കർത്താവെ, വൈദ്യ അക്കാലം പോലെ കർത്താവ് ദൈവിക ശക്തി കർത്താവ് ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോ അങ്ങയുടെ ചൈതന്യം കർത്താവ്, അങ്ങയുടെ ശക്തി കർത്താവ്, അങ്ങയുടെ തിരുമുറവാടുന്ന വലതുകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് വ്യക്തി പ്രാർത്ഥി. കർത്താവ്, ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, വൈദ്യുത ആക്കാലം പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കട്ടെ. കർത്താവ്, അടിയ രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴും മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന. പേശികളുടെ വേദന ഉള്ളവരെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ സർവാംഗം കർത്താവ്, വിസർപ്പ രോഗമുള്ളവർ കർത്താവ്
സോറിയാസിന്റെ രോഗമുള്ളൊരു കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കനും ചൂടിയവനെ, തിമിർ പാർന്ന വലതുകരം ഓരോ മകൻ്റെ വേണ്ടി വെക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിയിരിക്കുന്നു പറഞ്ഞ കർത്താവ്, ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമസ്തവും നൽകുന്ന നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അവിടെ പിണറുകൾ കർത്താവ്, രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പിണറുകൾ കർത്താവ്, ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓരോ ആന്തരിക അവയവങ്ങൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിൽ വേദനയുള്ളവർ, അസ്ഥി രോഗികൾ, നടുവിൽ ചെരിഞ്ഞവർ കർത്താവ്, മുതുകിന് മുഴയുള്ളവർ, സർവാംഗം മുഴയുള്ളവർ കർത്താവ്, വാതരോഗികൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കതുമതിയേ, ഒരു വാക്കുമതി, എനിക്കതുമതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തുടയിൽ ചിരങ്ങ് പോയി വരുന്നവരുണ്ട്, തുടയുടെ ഉള്ളിലുള്ള ലിഗമെന്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചില പേശികൾ ബേസിക് ബലം ക്ഷയിച്ചവരുണ്ട്. ഇടത് തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിന് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയടിച്ച് കർത്താവ് എന്റെ കൂടിരിക്കാനും ഞാൻ തോരാത്തവനാണ്. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ തോരാത്തവനാണ്. എന്റെ കൂടിരിക്കാനും ഞാൻ തോരാത്തവനാണ്. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. 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 കർത്താവിൻ്റെ വലിയ പ്രസര്യം, വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതുവശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും. മകൻ്റെ ഊവ അമ്മ ഈശോ അപ്പ മാറ്റിത്തരുമെന്ന് പറയും. ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിരിപ്പാനും
പോരാത്തവനാണേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. But only say the word. സദാധിപൻ പറഞ്ഞ കാര്യമാണ്. But you only say the word and I shall be healed. അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് വന്ന് കണ്ണീരിട്ടോ ദൈവ പൈതലെ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിലുള്ളത്. ഒരു വാക്ക് മതി, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവെ, സദാധിപനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഈ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ നിന്റെ തിരുമുറുമാറുന്ന വലതുകരം വെക്കണമേ, ആണിപ്രതാറുന്ന അത്ഭുതകരം വെക്കണമേ. എൻ്റെ കർത്താവെ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് വേദനപ്പെടുന്നുവോ, ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവെ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവെ, ഐസയ്യാ 42:3-5 നീ പറഞ്ഞില്ലേ കർത്താവെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവെ. കർത്താവെ, ഈ മക്കളുടെ കൂടെ കർത്താവെ അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് 10,000 സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവ് അതിൻ്റെ അവകാശികളാകാൻ, ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരെയും ഓൺലൈനിൽ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സ്മരിച്ചിക്കട്ടെ. അതിൻ്റെ ബന്ധനങ്ങൾ, അതിൻ്റെ എല്ലാവിധ തകർച്ചകൾ, അതിൻ്റെ എല്ലാവിധ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വളരെ ദൈവികമായ ഒരു നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളെയാണ് അൾത്താരയിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയുടെ കപ്പാസിറ്റിയിലും കഴിവിലും യോഗ്യതയിലും ആരാധന തിരുസന്നിധി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ നിൻ്റെ ഉടമ്പടി സങ്കടങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിക്കുന്ന വലിയ സമയമാണ്. നീ ശാന്തമായി പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ കണ്ണീരോടെ നീ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നീ സ്വരത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ ഓരോ ആവശ്യങ്ങളും ഉടമ്പടി വിഷയങ്ങൾ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നീ സ്വന്തമായി സ്തുതിക്കുകയോ നിന്നെ സ്വന്തമായിട്ട് കരയുകയോ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്റെ കണ്ണുനീര് വീഴട്ടെ. കർത്താവേ, അങ്ങനെ മക്കളുടെ അങ്ങനെ പരിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ മക്കൾ ഇപ്പോൾ ഓൺലൈനായിട്ടും ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിലും അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത് അവർക്ക് ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ ഇല്ലെന്ന് ഈ ലോകത്ത് അറിയാവുന്ന അങ്ങ് മാത്രമാണ് കർത്താവേ. ഈശോ, അവരുടെ പഴയകാല ജീവിതമോ എന്ത് തന്നെയായാലും അത് കാര്യമാക്കണ്ട എന്ന് നീ പറഞ്ഞു കർത്താവേ. കർത്താവ് ഐസയ്യാ 43:18 നീ പറഞ്ഞു, പഴയ കാര്യങ്ങൾ നീ കാര്യമാക്കണ്ട, ഇതൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞില്ല കർത്താവേ. അതുപോലെ കർത്താവേ, പുതിയ കാര്യമായി ആ ജനതകളുടെ പാപങ്ങൾ, ജനതകളുടെ പഴയത്തിലുള്ള നന്ദിക്കേടുകൾ, അവരുടെ തരത്തിലുള്ള അലംഭാവങ്ങൾ ഒന്നുമേ കണക്കിലെടുക്കാതെ ഈ കാലത്ത് കർത്താവേ എല്ലാം മായ്ച്ച് നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ പാപം പോലും മായ്ച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ നിന്റെ കൃപയാൽ അങ്ങനെ മക്കളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവ്. ദിവ്യകൃപാനയുടെ ശക്തി, ദൈവിക കൃപയായി ഓരോ മകൻ്റെ മേലെ, ശരീരത്തിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ മേലെ, കുടുംബത്തിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ വഴികളിലെ മേലെ, തടസ്സങ്ങളുടെ മേലെല്ലാം കർത്താവ് രക്തം പടരട്ടെ. എല്ലാ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.